ഹലോ, ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ ഡ്രൈ ഫ്രൈ മസാലയാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോയ്ക്ക് ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് വളരെയധികം ഇഷ്ടമാവുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ പേരിൽ പൊട്ടറ്റോ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പൊട്ടറ്റോ ആണ്. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് നമ്മൾ വെഡ്ജസിനൊക്കെ കട്ട് ചെയ്യൽ അത്യാവശ്യം കട്ടിയിൽ ഒന്ന് സ്ലൈസ് ആയിട്ട് ആ ഒരു രീതിയിലാണ് ഇവിടെ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെക്കുക. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു 3/4 ടീസ്പൂൺ അളവിൽ കടുക്, ഒരു 1/4 ടീസ്പൂൺ അളവിൽ നല്ല ജീരകം, അതുപോലെ തന്നെ നമ്മളിതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചധികം ഉണ്ട്, ഒരു 6-7 വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ വെളുത്തുള്ളിക്ക് ഒന്ന് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ചെറിയൊരു സവാള ഇതുപോലെ ചോപ്പ് ചെയ്തിട്ടും കൂടെ അതുകൂടെ ചേർത്ത് കൊടുക്കാം. സവാളയും ഒന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഉരുളക്കിഴങ്ങും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഉരുളക്കിഴങ്ങ് ആ ഒരു ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് ചെറുതായി ഒന്ന് മൊരിഞ്ഞ് വരുന്ന ആ ഒരു സമയം വരെ, ആ ഒരു സവാളയാണെന്നുണ്ടെങ്കിലും ഉരുളക്കിഴങ്ങാണെന്നുണ്ടെങ്കിലും ഒരു ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്നവരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. വെന്ത് കഴിയുമ്പോൾ നമുക്കതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മളിതിലേക്ക് കാശ്മീരി മുളകുമാണ് ഇടുന്നത്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മദേഴ്സിൻ്റെ കാശ്മീരി മുളക് പൊടിയാണ്. അതിൽ നിന്ന് 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1.25 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എരിവിന് പാകമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് ഗരം മസാലയാണ് ചേർക്കുന്നത്. അപ്പോൾ ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ അളവിൽ മതിയാകും. അപ്പോൾ ഗരം മസാലയും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ ഒരു സമയത്ത് നമ്മളിട്ട പൊടികളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടണം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലായിട്ട പൊടികളൊക്കെ ഇതിലേക്ക് നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്ന രീതിയിൽ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുക. ഉരുളക്കിഴങ്ങിനൊക്കെ ആ ഒരു മസാലയും പിടിച്ച് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്ന ആ ഒരു നല്ലൊരു ടേസ്റ്റിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ ചപ്പാത്തിക്കാണെന്നുണ്ടെങ്കിലും ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. വെറുതെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങിനെ ഇതുപോലെ ഒരു രുചിയിൽ പരീക്ഷിച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് കണ്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ പേജ് ലൈക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കുക. എങ്കിലാണ് നമ്മൾ പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.